ഏതൊരു വ്യക്തിയും പരിപൂർണ ആരോഗ്യവാനാകണമെങ്കിൽ അയാളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും പൂർണ്ണ ആരോഗ്യം തികച്ചും അനിവാര്യമാണ്. സ്വസ്ഥമായ ഉറക്കം അതിലൊരു സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതും ശ്വാസമെടുക്കുന്നതും പോലെ തന്നെ ഉറക്കവും തീർത്തും അത്യന്താപേക്ഷിതമാണ്. ഒരു വ്യക്തി ഉറങ്ങുമ്പോൾ അയാളുടെ ശരീരത്തോടൊപ്പം മനസ്സും പൂർണ്ണമായും വിശ്രമിക്കുകയും അടുത്ത ദിവസത്തെ നേരിടാൻ ഒരുങ്ങുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ മതിയാം വണ്ണം ഉറങ്ങാതിരിക്കുന്നത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യനിലയെ തന്നെ തകരാറിലാക്കുകയും ജീവിത നിലവാരത്തെ കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്യുന്നു. ഉൽപാദനക്ഷമത, ഇമോഷണൽ ബാലൻസ്, സർഗശക്തി, ശാരീരിക ഊർജ്ജസ്വലത കൂടാതെ ശരീരഭാരം പോലും നിർണ്ണയിക്കാൻ ഉറക്കം എന്ന ഘടകത്തിന് സാധിക്കുന്നുണ്ട് എന്നത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. അതിനാൽ തന്നെ നേരിയ തോതിലുള്ള ഉറക്കമില്ലായ്മ പോലും ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയും ഊർജ്ജസ്വലതയും സമ്മർദ്ദം കൈകാര്യം ചെയ്യാനുള്ള കഴിവിനെയും പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികളിലും കൗമാരപ്രായക്കാരിലും ശരീര വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോണുകൾ ഏറ്റവും അധികമായി പുറപ്പെടുവിക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. ഈ ഹോർമോണുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മാംസപേശികളുടെ നിർമ്മാണത്തിനും കോശങ്ങളുടെയും ടിഷ്യൂകളുടെയും പുതുക്കി പണിയലിനും ഒരുപോലെ സഹായകമാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ കൃത്യമായ പ്രവർത്തനത്തിനും ഉറക്കം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു വ്യക്തി ഉറക്കത്തിലായിരിക്കുമ്പോഴാണ് അയാളുടെ തലച്ചോറിലെ തിരക്കേറിയ ന്യൂറോണുകൾക്ക് വിശ്രമം ലഭിക്കുന്നതും അതുവഴി അവയ്ക്ക് വേണ്ടിയുള്ള പുതിയ വഴികൾ രൂപപ്പെടുകയും ചെയ്യുന്നത്. ഈ പ്രക്രിയ നടക്കുന്നത് മൂലം രാവിലെ ഉണരുമ്പോൾ അവയുടെ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ സഹായകരമാകുകയും ചെയ്യുന്നു. ഉറക്കക്കുറവ് ഒരു വ്യക്തിയുടെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കുകയും അതുവഴി ഒരുതരം മയക്കാവസ്ഥയിൽ കൊണ്ടുവന്നെത്തിക്കുകയും മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിക്കുന്നത് വഴി പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് കുറഞ്ഞു പോകുക തന്നെ ചെയ്യുന്നു. മാത്രമല്ല, ഈ കാരണത്താൽ ഹ്രസ്വകാലത്തെയും ദീർഘകാലത്തെയും ഓർമ്മശക്തിയിൽ കാര്യമായ തകരാറുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. ഉറക്കക്കുറവ് ഒരു വ്യക്തിയിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഓരോ ദിവസത്തെയും അനുയോജ്യമാം വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പോകുകയും അതോടൊപ്പം തന്നെ ക്രിയേറ്റിവിറ്റിയൊക്കെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നു. ഉറക്കക്കുറവ് മൂലം നമ്മുടെ വികാരങ്ങളിലും മാനസികാവസ്ഥയിലും കാര്യമായ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്നതും ഇതിന്റെ അനന്തരഫലമാകാം. ഉറക്കക്കുറവ് കുറച്ചധിക കാലയളവിലേക്ക് തുടരുകയാണെങ്കിൽ തീർച്ചയായും ഡിപ്രഷൻ, ആങ്സൈറ്റി, സൈക്കോസിസ്, സൂയിസൈഡൽ തോട്ട്സ് എന്നിവ ഉണ്ടാകുമെന്നത് ഒട്ടും സംശയമില്ലാത്ത കാര്യമാണ്. ഏറ്റവും അധികം വ്യക്തികളിൽ കണ്ടുവരുന്ന സ്ലീപ്പ് ഡിസോർഡർ ആണ് ഇൻസോംനിയ. ഇൻസോംനിയയെ ഡിപ്രഷന്റെ ആദ്യത്തെ രോഗലക്ഷണമായാണ് കണക്കാക്കുന്നത്. നമ്മുടെ ഉറക്കത്തിന്റെ ഫേസ്, അതായത് സ്ലീപ്പ് സൈക്കിൾ, പൊതുവെ അറിയപ്പെടുന്നത് ബയോളജിക്കൽ ക്ലോക്ക് അഥവാ സിർക്കേഡിയൻ റിതം എന്ന പേരിലാണ്. ഇതിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലെ ചില പ്രവർത്തനങ്ങളാണ്. അതായത് നമ്മൾ എത്ര നേരം ഉണർന്നിരിക്കുന്നു എന്നതിനോടും രാവും പകലും തമ്മിലുള്ള മാറ്റങ്ങളോടും നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും തീരുമാനിക്കുന്ന നമ്മുടെ തലച്ചോറിലെ പ്രവർത്തനങ്ങൾ. രാത്രികാലങ്ങളിൽ നമ്മുടെ ശരീരം മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനം മൂലം നമുക്ക് രാത്രിയാകുമ്പോൾ മെല്ലെ ഉറക്കം അനുഭവപ്പെടുന്നു. എന്നാൽ രാവിലെ ആകുമ്പോൾ നമ്മുടെ തലച്ചോർ ഇതേ മെലാറ്റോണിന്റെ ഉൽപാദനം കുറയ്ക്കുകയും നമ്മൾ പൂർവാധികം ഉത്സാഹമുള്ളവരും തീർത്തും സജീവമായി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാകുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ സിർക്കേഡിയൻ ക്ലോക്കിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ചില ഘടകങ്ങൾ പറയാം. 1. നൈറ്റ് ഷിഫ്റ്റ് അടങ്ങിയ ജോലി. 2. വ്യത്യസ്ത സമയമേഖലകളിലൂടെ സഞ്ചരിക്കുക. 3. ക്രമരഹിതമായ ഉറക്ക രീതികൾ. മേൽപ്പറഞ്ഞ ഘടകങ്ങൾ നമ്മളെ തീർത്തും അസ്വസ്ഥരും പരിഭ്രാന്തരും തികച്ചും ആശയക്കുഴപ്പം അനുഭവിക്കുന്നവരുമാക്കി തീർക്കുന്നു എന്ന് മാത്രമല്ല, അനവസരങ്ങളിൽ ഉറക്കം വരാനും കാരണമായിത്തീരുന്നു. TV, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിൽ നിന്നും പുറത്തു വരുന്ന കൃത്രിമ വെളിച്ചം മെലാറ്റോണിന്റെ ഉൽപാദനത്തെ കുറയ്ക്കുകയും ഉറക്കമില്ലായ്മയേക്ക് അതുവഴി നമ്മൾ എത്തിപ്പെടുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ ഉറക്കം സുഖകരമാക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ പറഞ്ഞുതരാം. കൃത്യമായ ഒരു സ്ലീപ്പ് സ്കെഡ്യൂൾ നിർബന്ധമാക്കുക. അമിതമായി ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഒട്ടും തന്നെ ഭക്ഷണം കഴിക്കാതെയോ ഉറങ്ങാൻ പോകാതിരിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് മദ്യം, നിക്കോട്ടിൻ, കഫീൻ അടങ്ങിയ പാനീയങ്ങൾ കഴിവതും ഒഴിവാക്കുക. മാത്രമല്ല, ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ബെഡ് ടൈം റിച്വൽ ശീലമാക്കുക. അതായത് ഉറങ്ങുന്നതിന് മുമ്പ് ചെറു ചൂടുവെള്ളത്തിലുള്ള സ്നാനമോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും പുസ്തകം വായിക്കുകയോ ശാന്തമായ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുകയോ ചെയ്യാം. വെളിച്ചം അധികമാകാതിരിക്കാൻ ബെഡ് ലാമ്പുകൾ ഉപയോഗിക്കാം. ആൽഫ മെഡിറ്റേഷൻ ശീലിക്കുന്നതും മനസ്സിനെ ശാന്തമാക്കുവാൻ സഹായിക്കുന്നു. ബെഡ്റൂം തീർത്തും നല്ലൊരു ഉറക്കത്തിന് വഴിയൊരുക്കുന്ന രീതിയിൽ സജ്ജമാക്കുക. തികച്ചും ശാന്തവും കുളിർമ അനുഭവപ്പെടുന്നതുമായാൽ നല്ലത്. നല്ല ഗുണനിലവാരമുള്ള കിടക്കയും തലയണയും ഉപയോഗിക്കുവാനും ശ്രമിക്കുക. ഉച്ചമയക്കം കഴിവതും ഒഴിവാക്കാം. അഥവാ ഉറങ്ങുകയാണെങ്കിൽ തന്നെ 30 മിനിറ്റിൽ കൂടുതൽ ഉറങ്ങാതിരിക്കുവാൻ ശ്രമിക്കുക. പതിവായി ശാരീരിക വ്യായാമങ്ങൾക്ക് മുൻഗണന നൽകുക. സ്ട്രെസ് കുറയ്ക്കുവാനായി ആരോഗ്യപരമായ രീതികൾ തിരഞ്ഞെടുക്കുക. ഒന്നോർക്കുക, ആരോഗ്യകരമായ ജീവിതത്തിന് ഉറക്കം ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്.
ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതും ശുദ്ധമായ വെള്ളം കുടിക്കുന്നതും പോലെ തന്നെ സുപ്രധാനമായ ആരോഗ്യശീലമാണ് നല്ല ഉറക്കം.